ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പൈസയ്ക്ക്, അതായത് ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഈ വോൾട്ടോടെ 2007 മോഡൽ വണ്ടിയാണ്. ഇതിൻ്റെ സ്റ്റിയറിംഗ് കണ്ടോ, ഈ ഒരു പഴയ സ്റ്റിയറിംഗിൽ നിന്ന് നമുക്കൊരു പുതിയൊരു അപ്ഗ്രേഡ്, അതായത് ടൈപ്പ് 2 സ്വിഫ്റ്റ് സെലേറിയോ ഫസ്റ്റ് ജനറേഷനൊക്കെ വന്നിരുന്ന ആ ഒരു സ്റ്റിയറിംഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എങ്ങനെയാണെന്നോ. അതായത് ഇതിന് ഏകദേശം ഒരു 1400 സംതിങ് ആണ് സ്റ്റിയറിംഗ് വീലും ഇതിന് വരുന്നത്. പിന്നെ ഹോൺ പാഡിന് ഒരു 240 രൂപ കേട്ടോ. നമ്മൾ ബൂട്ട് മോന്ന് ഓർഡർ ചെയ്ത് സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പൺ ചെയ്യാം. ഇത് ഏകദേശം ഒരു 240 രൂപയാണ് വന്നിട്ടുള്ള സുസുക്കിയുടെ ഒറിജിനൽ ജെന്യുവൻ പാർട്ടാണ്. പിന്നെ വന്നിട്ടുള്ളത് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 1400 സംതിങ് ആണ്. നമുക്കിത് ബൂട്ട് മോൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. സൈഡ് അവിടെ ചോദിച്ചെങ്കിൽ അവിടെ ഏകദേശം 1 മാസം ഡിലേ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബൂട്ട് മോന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. സംഗതി നല്ല ക്വാളിറ്റി സാധനമാണ്, പുത്തൻ സ്റ്റിയറിംഗ് കേട്ടോ. നല്ല ഹെവി സംഭവമാണ്. സൈസിലൊന്നും ഒരുപാട് വലിയ വ്യത്യാസമില്ല, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ഇച്ചിരോടെ ഒരു കട്ടി വെച്ച് ഇച്ചിരി ഒരു ബോൾഡായിട്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ലുക്കിൽ നല്ല വേറെ ലെവൽ തന്നെ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫിറ്റിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യമായിട്ട് സ്റ്റിയറിംഗിന്റെ ഈ ഒരു ക്യാപ്പ് എടുക്കാം കേട്ടോ. എടുക്കുമ്പോഴും വരുമ്പോഴും ചെറിയൊരു ഹോണടി ഉണ്ടാവും, അത് ശ്രദ്ധിക്കണ്ട. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ. ആ ക്ലിപ്പ് നമ്മൾ പയ്യെ അങ്ങ് ഞെക്കി എടുത്താൽ മാത്രമാണ് പോരുള്ളൂ. യെസ്, ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ക്ലിപ്പായിരിക്കും, ലോക്കിംഗ് ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഈ ഒരു നെറ്റായിരിക്കും. അതിന് മുമ്പായിട്ട് നമ്മൾ സ്റ്റിയറിംഗ് സെൻറ്റർ ചെയ്ത് വെക്കണം കേട്ടോ. ഏകദേശം സെൻറ്റർ ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് ഇത് സെൻറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഊരിയിട്ട് സ്റ്റിയറിംഗ് ഊരിയെടുക്കാം. ഇത് ഏറ്റവും നല്ല ബോക്സ് സ്പാൻഡറാണ്. വേറെ എന്തെങ്കിലും സ്പാൻഡർ ഇട്ട് പിടിച്ചാൽ പോലും നല്ല ടഫ് ആയിരിക്കും. ബോക്സ് സ്പാൻഡർ ആകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല, ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഒരു എക്സ്റ്റൻഷനോട് ആഡ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് നെറ്റ് അയച്ചെടുക്കാം കേട്ടോ. ലൂസായിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ടൈറ്റ് ആയിട്ടേക്കുള്ള ഇതൊന്നും ഒരുപാട് ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഓവർ ടൈറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് നമുക്ക് വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ ഒരു മീഡിയം ടൈറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നെറ്റ് അയച്ചെടുത്തിട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഇനി ഊരിയെടുക്കാം. അത്ര സിമ്പിൾ അല്ല കേട്ടോ, കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കണേ. അതെ, പോന്നു. ഇത്രയേ ഉള്ളൂ സ്റ്റിയറിംഗ് വീൽ ഊരിയെടുക്കാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഡയറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് നമ്മൾ കട്ട് ചെയ്യാനുള്ള കാര്യമുണ്ട് കേട്ടോ. അതായത് ഈ ഒരു റൗണ്ട് മറ്റേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വലുതാണ്. അപ്പോൾ ഈ റൗണ്ടിൻ്റെ അനുസരിച്ച് ഇവിടെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് ഏകദേശം നമുക്കൊരു ഐഡിയക്ക് ഇവിടെ ഈ ഒരു പോർഷനായിട്ട് കട്ട് ചെയ്യലുണ്ടായി. അപ്പോൾ നമുക്കിത് നോർമൽ, ഇത് ഇപ്പോൾ ഒരു റോട്ടറി ടൂളാണ്. ഇത് വെച്ച് നമുക്ക് കട്ട് ചെയ്തില്ലാത്തവർക്ക് നമുക്ക് ഇതുപോലത്തെ പേപ്പർ കട്ടർ വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. ഈ ടൂൾ ഉണ്ടെങ്കിൽ ഉള്ളവർ ഇത് യൂസ് ചെയ്യുക, അല്ലാത്തവർ പേപ്പർ കട്ടർ വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. അത് മേടിക്കണമെന്നൊന്നുമില്ല, ഇത് മാറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ റോട്ടറി ടൂൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സാൻഡിങ്ങിൻ്റെ ഇട്ട് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിയറിംഗ് നമ്മൾ വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ജസ്റ്റ് നമുക്ക് നെറ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ആദ്യം സെൻറ്റർ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ്. വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നെറ്റ് ലൈറ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് ഈസി ആയിട്ട് സെൻറ്റർ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വീൽ അലൈൻമെൻറ്റിൻ്റെ സെൻറ്ററിലൊക്കെ പോയി ചെയ്യേണ്ടി വരും. അതിലൊക്കെ ഈസി ഈ പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റിയറിംഗ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണേ. അപ്പോൾ അത് ആ ഗ്യാപ്പും കാര്യങ്ങളൊന്നും കാണാനുള്ള കറക്റ്റായിട്ട് ആ ഒരു കട്ടിങ് വന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വൃത്തിയുടെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് ഹോൺ പാഡ് പിടിപ്പിക്കാം. ഹോൺ പാഡിന് സുസുക്കിയുടെ ഒറിജിനൽ എംബ്ലവും നല്ല ആ ഒരു ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഹോൺ അടിക്കും. പിന്നെ ഈ ഒരു ക്ലാമ്പ് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കിടെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലാണ് അത് ഫിറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ വച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇത് ഫിറ്റ് ആയിക്കോളും. സെറ്റ്.
ഇത്രയുള്ള കേസുള്ളൂ. നമ്മുടെ സ്റ്റിയറിംഗ് സെറ്റ് ആയിട്ടുണ്ട്. വണ്ടിയുടെ ഇന്റീരിയറിന്റെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മൊത്തത്തിൽ നോക്കുമ്പോഴെല്ലാം അറിയാൻ സാധിക്കണ്ടോ. ആ ഒരു ഭംഗിയിലേക്ക് വന്നു. ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു, എനിക്കിപ്പോൾ ആ ഒരു മനസ്സിന് ആഗ്രഹിച്ച ആ ഒരു ലുക്കിലേക്ക് വന്നുകൊണ്ട് നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2000 താഴെ, അതായത് 1400 സംതിങ് രൂപയുടെ സ്റ്റിയറിംഗും 245 രൂപയുടെ ഹോൺ പാഡ് ഉണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞു. വേറെ എക്സ്ട്രാ ചിലവൊന്നുമില്ല. ടൂൾസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു 10 മിനിറ്റേക്ക് മേടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ ടഫായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.